1-2 ദിവസമായിട്ട് നമ്മുടെ അശ്വന്ത് കോക്കിനായിട്ട് വല്ലാതെ സോഷ്യൽ മീഡിയയും എല്ലാവരും നന്നായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. അശ്വന്ത് കോക്ക് അദ്ദേഹം ആ റിവ്യൂ ചെയ്യുകയും സിനിമ വളരെ മോശമാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്തു. ഞാൻ ആളുടെ വീഡിയോ കണ്ടതാണ്, മാരിവില്യൻ ഗോപുരത്തിന്റെ റിവ്യൂയുടെ വീഡിയോ ഞാൻ കണ്ടതാണ്. കോക്ക് അങ്ങനെ ആരെയും വ്യക്തിപരമായി ആരെയും അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇത് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും പടം കണ്ടതാണ്. പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക് പണ്ടത്തെ മ്യൂസിക്കിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ആൻഡ് ഇഫ് ദ മൂവി വാസ് ഗുഡ് പീപ്പിൾ വുഡ് ഹാവ് വാച്ച്ഡ്. അപ്പോൾ ഞാനിപ്പോൾ കോക്കിനെ സപ്പോർട്ട് ചെയ്യൊന്നുമല്ല. കോക്കിൻ്റെ പണ്ടത്തെ ഭീഷ്മ റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു റിവ്യൂ ആണ്. ബിക്കോസ് ഹീ സെഡ് ഇറ്റ് വാസ് എ നെഗറ്റീവ് മൂവി. ആള് ചെയ്യുന്ന എല്ലാ റിവ്യൂസും എനിക്കെന്താണോ കാഴ്ചപ്പാട് ആ പടത്തിനെ കുറിച്ച്, ഏത് പടമാണെങ്കിലും അതേ കാഴ്ചപ്പാടാണ് മിസ്റ്റർ കോക്കിൻ്റെത്. എൻഡ് ഓഫ് ദി ഡേ സിനിമ ഈസ് ഓൾ അബൌട്ട് കണ്ടന്റ്. നല്ല കണ്ടന്റും നല്ല മ്യൂസിക്കും എല്ലാം കൂടെ ഒരുമിച്ചാണെങ്കിൽ വി വുഡ് ലവ് ഇറ്റ്. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതാണ് കുറച്ച് നാളായിട്ട്. സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്നതല്ലാതെ എല്ലാ പടങ്ങളൊന്നും ചെയ്യാറില്ല, ചില പടങ്ങൾ മാത്രം. കോക്കിൻ്റെ ഒരു പ്രശ്നം കണ്ടുകൊണ്ട് മാത്രം ഞാൻ ഈ പടം കണ്ടത് തന്നെ, ഇല്ലെങ്കിൽ ഞാൻ ഈ പടം പോലും കാണത്തില്ല. മാരിവില്യൻ ഗോപുരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പടമാണ്. ഇറ്റ് വാസ് എ വെരി ഓക്വേർഡ് മൂവി ആൻഡ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. ഇനിയിപ്പോൾ ആൾക്കാർ പോയി കാണാതിരിക്കുകയും ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോക്കിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് എ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ, സോ എവറിബഡി ഈസ് ടാർഗറ്റിംഗ് ഹിം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അഥവാ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആരെയെങ്കിലും നമ്മൾ വ്യക്തിഗതമായിട്ട് നമ്മൾ ആരെയെങ്കിലും ഫോക്കസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ദാറ്റ്സ് റോങ്. ആളുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇനിയിപ്പം ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കുമല്ലോ എടുക്കുന്നത്. ഇറ്റ് ഡിപ്പെൻസ്. മാരിവില്യൻ ഗോപുരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. പിന്നെ ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്ത് ഏട്ടനും പിന്നെ നമ്മുടെ വിൻസി, ദേ ഓൾ ആർ ഗുഡ് ആക്ടേഴ്സ്. സബ്ജക്റ്റിന് ഒരു ബലമില്ല. ഒരു സ്ക്രീൻ പ്ലേ വാസ് നോട്ട് ഗുഡ്. അപ്പോൾ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് തന്നെ സ്ട്രോങ് സബ്ജക്റ്റ് അല്ലാത്തൊരു സമയത്ത് നമുക്ക് പിന്നെ അതിനകത്തോട്ട് ഇനി എത്ര നമ്മൾ ആര് പെർഫോമൻസ് ചെയ്താലും ദ മൂവി വിൽ ബി എ ഡിസാസ്റ്റർ. അപ്പോൾ ഞാൻ കോക്കിനെ സപ്പോർട്ട് ചെയ്യുമോ ഒന്നുമല്ല, ബട്ട് കുറച്ച് കൂടുതലാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. കോക്കിനെ എല്ലാവരും പരമാവധി പടത്തിനെ കുറിച്ചുള്ള ന്യായമായിട്ടുള്ള അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.